ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. നേരത്തെ ഇന്റർകാശിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അവരുടെ പരിശീലകനായ അന്റോണിയോ ലോപ്പസ് ഹബാസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അതായത് താരങ്ങൾക്ക് സാലറി ലഭിക്കുന്നില്ല എന്ന ഒരു പരാതി ഹബാസ് പറഞ്ഞിരുന്നു. അത് സ്ഥിരീകരിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമമായ റവ് സ്പോർട്സ് ഗ്ലോബൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇന്റർകാശി വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സീസണിന് ശേഷം ISLൽ നിന്നും പിൻവാങ്ങാനുള്ള ഒരുക്കത്തിലാണ് അവരിപ്പോൾ ഉള്ളത് എന്നൊക്കെയാണ് റവ് സ്പോർട്സ് ഗ്ലോബൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ കഴിഞ്ഞ സീസണിൽ അവർക്ക് ഒരു ലീഗൽ കേസ് ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായി കൊണ്ടാണ് ഐ ലീഗ് കിരീടമൊക്കെ അവർക്ക് ലഭിച്ചത്. പക്ഷെ 4.5 കോടി രൂപ അവർക്ക് അവിടെ ചിലവഴിക്കേണ്ടി വന്നു. ആ കേസിന് വേണ്ടി 4.5 കോടി രൂപയാണ് അവർക്ക് ചിലവായത്. മാത്രമല്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്നും വേണ്ടത്ര ഒരു സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുന്നില്ല. അതല്ലെങ്കിൽ മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ഇന്റർകാശിക്കില്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്നും വളരെ തുച്ഛമായ ഒരു സംഖ്യ മാത്രമാണ് ഇപ്പോൾ ക്ലബ്ബുകൾക്ക് ലഭിക്കുന്നത്. അതും കാര്യങ്ങളെ വഷളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കും സാലറി നൽകാൻ ഇന്റർകാശിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ISL സീസണിന് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും പിൻവാങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഇന്റർകാശിയുള്ളത് എന്നാണ് റവ് സ്പോർട്സ് ഗ്ലോബൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ക്ലബ്ബ് അടച്ചു പൂട്ടി പോയേക്കാം എന്നുവരെ ഈ മാധ്യമം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും പുതിയ ഉടമസ്ഥരെ അതല്ലെങ്കിൽ നല്ല രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഉടമസ്ഥരെ ഇപ്പോൾ ഇന്റർകാശിക്ക് ആവശ്യമായി വരികയാണ്. അതല്ലെങ്കിൽ ഈ ക്ലബ്ബ് അടച്ചു പൂട്ടേണ്ടി വന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.